അയാൾ പറയുന്നു മന്തിക്കിൻ്റെ കിതാബ് ഓതിയാൽ തന്നെ മഅരിഫത്ത് കിട്ടുന്നതാണ്. നോക്ക് നിങ്ങൾ, മന്തിക്ക് എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രമാണ്. തർക്കശാസ്ത്രം അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് കിതാബാണ് മുല്ലാ ഹസൻ. തനി കുഫിരിയത്ത് വരെയുള്ള കിതാബാണത്. കുഫിരിയത്ത് വരെ അതിലുണ്ട്. ഇല്ല പറഞ്ഞാൽ വാദപ്രതിവാദത്തിന് വരെ നമ്മൾ തയ്യാറാണ്. മുല്ലാ ഹസനിലെ കുഫിരിയത്ത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കും. ആ കിതാബ് മുല്ലാ ഹസൻ കോളേജിലൊക്കെ ദർസുള്ള കിതാബാണ്. അതിലേക്കാൻ വരാം. അപ്പം അവിടെ മുല്ലാ ഹസൻ എന്ന കിതാബ് അതിലുണ്ടേലെ ഈ പദങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ പരിസരത്തുള്ള വേറൊരു മൊയിലേര് പറഞ്ഞു, ഇവൾക്കൊക്കെ എന്താ പറ്റിപ്പോയത്, ഇവലിപ്പോൾ ഏത് ലയനത്തിലുള്ളതെന്നാണ് നമ്മളെ സംശയം. ഒന്ന് കേട്ടോളൂ അയാൾ പറയുന്നത്. തജല്ലി എന്നൊക്കെ പറഞ്ഞാൽ ഈ പേച്ച തരീക്കത്തേരെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും. നിങ്ങൾ പേക്കാതെ തന്നെ പഠിച്ചാളി. നൂറു തജല്ലി നൂറു തജല്ലി നൂറു തജല്ലി മുസാദ 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 മുറാഖബ മുറാഖബ മുറാഖബ. ഞാനെന്നാള് ഒരു പേച്ച തരീക്കത്ത് പോയ ആളോട് സംസാരിച്ച്. അപ്പോൾ അയാൾ ഇങ്ങനത്തെ കുറേ ലഫ്ള് പറഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു ഈ തജല്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ച്. അപ്പോൾ അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അത് ഞാൻ ചോദിച്ചിനി ഷെയ്ഖിനോട്. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞപ്പോഴൊന്നും മനസ്സിലാവില്ല, അതിങ്ങനെ അങ്ങനെ കുറേ കാലം കഴിയുമ്പോഴും മനസ്സിലാകലാണ്. ഞാൻ പറഞ്ഞു ഞാനെന്നാ പഠിച്ചാണ് തജല്ലി എന്ന് പറഞ്ഞ് 4 ഇനമുണ്ട് പറഞ്ഞാണ്ട് 4 ഇനങ്ങളും എണ്ണിക്കൊടുത്ത് അതിനൊക്കെ ഇന്നാലിൻ്റെ നിർവചനങ്ങളുണ്ട്. ഞാൻ എന്നാ പഠിച്ചാണ്, ഞാൻ ഈ പറഞ്ഞ തരീക്കത്തൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളെ പൊട്ടീസാക്കണ പരിപാടിയുണ്ട്, ആരും പെട്ടുപോകരുത്. അതിനേക്കാൾ പദങ്ങൾ പറയാൻ ഓരോ ഉസ്താദന്മാർക്കും സാധിക്കും. മുല്ലാ ഹസൻ ഓതിയാൻ വേണ്ടി മൈബദി ഓതിയാൽ മതി, ഖാദി മുബാറക്ക് ഓതിയാൽ പറയും വേണ്ട. ഒരുപാട് കട്ടിയുള്ള ലഫ്ള്. ഞാൻ നാളെ ഖാദിയിലുള്ള കുറേ പദപ്രയോഗങ്ങൾ നടത്തി. അപ്പോൾ ഓരോ കേട്ടിട്ട് തന്നെയില്ല. അപ്പോൾ തരീക്കത്ത് നമ്മൾ ഓതിയ കിതാബിൽ എന്തെല്ലാം തമാശല്ലാന്ന് എന്തെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ സരിക്കത്തിനൊക്കെ വെല്ലുന്ന ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നൂറുത്തജല്ലി അടക്കമുള്ള മുറാഖബ മുശാഹദയൊക്കെ പഠിക്കാൻ മന്തിക്കിൻ്റെ കിതാബ് തന്നെ ഓതിയാൽ മതി എന്നാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക, ഇതിൻ്റെ അടിത്തറ തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല. ത്വരീഖത്തിൽ മശായിഖിൽ കടന്ന ഒരാളും ഈ പദപ്രയോഗം എണ്ണിപ്പടിക്കണ സംഭവമേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? മശായിഖിൻ്റെ കൂടെ ആരെങ്കിലും ക്ലാസ് എടുത്തിട്ട് മുറാഖബ മുറാഖബ മുശാഹദ നൂറു തജല്ലി ഇതൊക്കെ ഇങ്ങനെ ഓതി അതിൻ്റെ തഅരീഫ് പഠിപ്പിക്കുന്ന പണിയാണ് അവിടെ. നൂറു തജല്ലി ഉണ്ടാകാൻ അതിൻ്റെ തഅരീഫ് പഠിക്കലല്ല മൊയിലേരെ. പിന്നെയോ നൂറു തജല്ലി എന്ന സംഭവം ഉണ്ടാകല. ഒരാൾ ബിരിയാണി തിന്നാന്ന് പറഞ്ഞാൽ ബിരിയാണിൻ്റെ നിർവചനം പഠിച്ചാലേ കിട്ടൂല. ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് ഇന്ന വസ്തുക്കളെല്ലാം ചേർത്ത് ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ ചൊല്ലി പഠിച്ചാൽ ബിരിയാണി കിട്ടി എന്ന് പറയാൻ പറ്റൂല. അതിനത് ഇന്ന് തന്നെ വേണം. ഈ നൂറു തജല്ലിയും മുശാഹദയും മുറാഖബയൊന്നും തഅരീഫ് പഠിച്ച അതാണ്. നിങ്ങൾക്കിത് തിരിഞ്ഞിട്ടില്ലാറുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അന്തവും കിട്ടിയിട്ടില്ല എന്ന് ഞമ്മക്ക് മശായിഖ് പറഞ്ഞെന്ന അറിവെങ്കിലുണ്ട്. അതാ മശായിഖ് പറഞ്ഞു ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ടല്ലോ മോനെ, ആകുന്ന സമയത്ത് ആയിക്കോളും. ആകേണ്ടതാണെങ്കിൽ എല്ലാവർക്കും അതാകണമെന്നില്ല. അതാർക്കാകേണ്ടിന്ന് ഓലാ തീരുമാനിക്കണ്ടി. പണ്ട് ഔഹദുദ്ദീൻ എന്ന് പറഞ്ഞ പണ്ഡിതനും നജമുദ്ദീനുൽ കുബ്ര തങ്ങളും വാദപ്രതിവാദം നടത്തിയപ്പോൾ നജമുദ്ദീനുൽ കുബ്ര തങ്ങൾ ഔഹദുദ്ദീനോട് പറഞ്ഞു, ഇതേപോലത്തെ ഒരാളാണ്, മൂപ്പരോട് പറഞ്ഞു എനിക്ക് അള്ളാനെ തിരിഞ്ഞിട്ടില്ല. അപ്പം അയാൾ പറഞ്ഞു ഞാൻ അള്ളാനെക്കുറിച്ച് 90 കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പം നജമുദ്ദീൻ കുബ്ര തങ്ങളും അതന്നെയാണ് എനിക്ക് അള്ളാനെ തിരിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ്. അള്ളാനെ മനസ്സിലാക്കി മഅരിഫത്ത് കിട്ടിയ ആൾ പിന്നെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമോ? അതിന് അല്ലെങ്കിൽ ഇത് കിതാബ് എഴുതേണ്ട വിഷയമാണോ? അല്ലല്ലോ. ചിലതൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കേണ്ടാടോ ജീവിതത്തിൽ തന്നെ. അതിങ്ങനെ എണ്ണിപ്പടിച്ചാലാവൂല. ഇത് ആത്മീയതയിൽ ലൗകിയായി ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥയാണ്. അതിങ്ങനെ തഅരീഫാത്ത് പഠിക്കുക, അത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അറിയലല്ലത്. ഏടുന്നാണ് പിന്നെ നന്നാവുക. ആകെ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിക്കുമല്ലോ. ഇസ്മ് ഫിഅല് ഹർഫ് അതേപോലെ തന്നെ മാദി മുളാരി അംർ നഹിയ് ഇങ്ങനെ മീസാനും ഓതനമായിരി മുറാഖബ മുശാഹദ നൂറു തജല്ലി ഇങ്ങനെ പഠിക്കണ സംഭവമേ അല്ലത്. ഏടുന്ന് നീച്ച് വരിക. ഇവലൊക്കെ മുശാവറിയിലപ്പള്ള് മുശാവറിയിലെത്തിനേലോ. എന്തായിരിക്കും കഥ? ഇതാ തസവുഫിൻ്റെ ഇതാ ഞാൻ പറഞ്ഞ മശായിഖിനോട് സുഹബത്തില്ല.
നിങ്ങൾ വിചാരിച്ച് ജുർജാനിയുടെ താരീഫാത്ത് നോക്കിയാൽ ഇതൊക്കെ മൈരിഫത്തിൽ എത്തിപ്പോയി. ആരാ നിങ്ങൾക്കിത് പറഞ്ഞത്? ദയവ് ചെയ്ത് ഉലമാ ആണെന്നും പറഞ്ഞ് സമൂഹത്തെ നശിപ്പിക്കല്ലേ നിങ്ങളൊന്ന് അടങ്ങിയിരുന്നാൽ സമൂഹം രക്ഷപ്പെടും. ഈ ആദ്യ പൊട്ടപ്പോയത്തം പറയല്ലേ. മുല്ലാഹസനിലാണത്രേ ഇനി താരീഫയുടെ മുറാക്കബി മുഷാദൊക്കെ. ഏതായി മുല്ലാഹസൻ? മുല്ലാഹസനെ കുറിച്ച് അന്ന് സമസ്ത എടുത്ത തീരുമാനം നേരത്തെ അൻവേസാൽ കൽപ്പിച്ചല്ലോ, ഒന്നുകൂടി കാണിച്ചു കൊടുക്കത്. സമസ്ത സോവനീറിൽ കാണാം 27/10/1970 എന്ന് പറഞ്ഞാൽ രണ്ട് സമസ്തയും ആകുന്നതിന് മുമ്പ് ഒറ്റ സമസ്തയ കാലം 70 അന്ന് പട്ടിക്കാട് ജാമ്യാനൂരിൽ ചേർന്ന മുഷാവറ തീരുമാനത്തിൽ ഒന്ന് കോളേജ് സിലബസിൽ നിന്ന് മുല്ലാഹസൻ എന്ന കിതാബ് നീക്കം ചെയ്യാനും ഒരു കിതാബ് കണ്ടുപിടിക്കാനും തീരുമാനിച്ചു. സമസ്തന്റെ തീരുമാനമാണ്. ആ മുല്ലാഹസനാണ് ഇപ്പോഴും കോളേജിൽ. അങ്ങനെ ഇത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ പറഞ്ഞു തരണം. സമസ്ത നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് എന്തേ? സമസ്തന്റെ കോളേജുകളിൽ ഇന്നും പഠിപ്പിക്കുന്നത്. ഞങ്ങളതിന് 1 കൊല്ലം ചെലവഴിച്ചത്. അതുകൊണ്ടാണ് ഞാനീ പറയണത്. ഞങ്ങളതിൽ ഉയർന്ന മാർക്ക് വാങ്ങി പോന്നതാ. അതിൽ ഈ മുല്ലാഹസനാണ് ഇന്നും കോളേജുകളിലുള്ളത്. അത് നീക്കം ചെയ്യണമെന്ന്. അപ്പം നമ്മളല്ലല്ലോ സമസ്തക്കെതിര് ബലല്ലേ. ബലിപ്പോൾ നീക്കം ചെയ്യണമെന്ന് ഇ.കെ. ഉസ്താദ് തീരുമാനിച്ചതാണ്. ഇ.കെ. ഉസ്താദിൻ്റെ അധ്യക്ഷതയിലാണ് ആ യോഗം. അപ്പം നീക്കം ചെയ്യണമെന്ന് തീരുമാനിച്ച സംഗതിയിൽ മൈരിഫത്ത് ഉണ്ട് എന്നാണ് അപ്പം പറയണത്. അപ്പം ആ മൈരിഫത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എവിടേക്കാണ് നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇവിടെ ആ വഴിക്ക് പോയ ആളുകളുണ്ട്. ഓല നോക്കുക. പോയ ആളുകൾ ആരാ? അള്ളാനെ അറിഞ്ഞ ആളുകൾക്കറിയാം. അത് ജനങ്ങൾക്കറിയാം. അത് മമ്പുറം തങ്ങൾ ഉപ്പാപ്പയാണ്. അൽ ആരിഫു ബില്ലാ. അത് മടവൂർ ശൈഖുനയാണ്. അത് വടകര മമ്മദാജി തങ്ങൾ ഉപ്പാപ്പയാണ് റളിയല്ലാഹു അൻഹും. അവര് പോയ വഴി ഏതാ? ആ വഴി എടുക്കിങ്ങൾ. ആ വഴി ഈ സൈറു സുലൂക്ക് ഉണ്ടാക്കിയിട്ട് ദർസിലോതി ആ രൂപത്തിൽ ഇങ്ങനെ വന്ന് വലിയും ഷെയ്ഖും മുറാക്കബയും നൂറു തജല്ലിയും ഒക്കെ അനുഭവിച്ച് അള്ളി പോലുകൂടി ഇങ്ങനെ ആണ്ടും ആക്കിയിട്ടുള്ള സംഭവമാണോ? അതുങ്ങൾ ചെറിയ തട്ടിപ്പ് ഇപ്പം നടത്തുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഞാൻ ഒരു വാത് കേട്ടപ്പോൾ അതിലൊരാൾ പറയുന്നത്, ആരായിരുന്നു മഹാനരായ മടവൂർ CM വലിയുള്ള എന്നറിയുമോ? അവർ വലിയ മുദർരിസായിരുന്നു. അതാണ് ഇപ്പം ഏറ്റവും വലിയ മഹത്വം. അതൊക്കെ ഒഴിവാക്കിയെന്നുണ്ട് അപ്പുറത്തെ പേജിൽ. നിങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ആ വാദമൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഞാൻ അതിൻ്റെ ബാക്കിയൊന്ന് വായിപ്പിച്ചു തരാം. വലിയ പണ്ഡിതനായിരുന്നു, മുദരിസായിരുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ ആദരവുള്ള ആളായിരുന്നു. അള്ളാഹുവിനെ പ്രിയം വെച്ച് ഹസനുൽ ഖാത്തിമത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ മഹാനവറുകൾ അവരുടെ ആത്മീയ പ്രയാണം നടത്തി. അതിന്റെ കാരണത്താൽ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ഒരുപാട് കറാമത്തുകൾ നൽകി. കറാമത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. കറാമത്തിലേക്ക് വരാം. അതിൽ തൊട്ടിട്ടുണ്ട്, തൊട്ടതിനനുസരിച്ച് കുടുങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കണം, മശായിഖുമായി ബന്ധപ്പെട്ട് സുഹബത്തില്ലാഞ്ഞാൽ തനി ബിദ്അത്തിൽ ചെന്നെത്തും. മടവൂർ ശൈഖുനിയുടെ മഹത്വം പറയുമ്പോൾ വലിയ പണ്ഡിതനായിരുന്നു, വലിയ മുദർരിസായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ആ പറഞ്ഞൊക്കെ റെഡി, മുദർരിസൊക്കെ ആയിരുന്നു. പക്ഷേ അവർ ബാബാ മുദൂവിന്ന് കുത്തുബായി വന്ന ആളാണ്. നേരത്തെ കുത്തുബായ ആളാണ്. കുത്തുബാകുക പറഞ്ഞാൽ പിന്നെ ഉണ്ടാകണല്ല. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു കുത്തുബാ ഇതൊക്കെ പാടിയൊക്കെ ഉണ്ട്. ഞാൻ ഇൽമ പഠിച്ചു, അങ്ങനെ ഞാൻ കുത്തുബായി എന്നൊക്കെ. കുത്തുബോല് നേരത്തെ ആയതാണ് കേട്ടോ. ബാബാ മുദൂവിന്ന് കുത്തുബായി വന്നോവർ. പിന്നെ ഓല് പഠിച്ച ഇൽമേതാ അതൊക്കെ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ബഹുമാനപ്പെട്ട ശൈഖുനയെക്കുറിച്ച് എഴുതിയ മൗലിദിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇ.കെ. ഉസ്താദിൻ്റെ സഹോദരൻ മുട്ടിച്ചൂർ അഹമ്മദാജി എഴുതിയ മൗലിദ്. അതിൽ കാണാം അവർ ബാക്കവിയായിട്ടുണ്ട്, ഒക്കായിട്ടുണ്ട്, എല്ലാമുണ്ട്. അതിന് ശേഷം
ദർസ് മുഴുവനും അവരൊഴിവാക്കി. അങ്ങനെയുള്ള വഅദ് പോലെയുള്ള സർവവും നിർത്തിവച്ചു. ആരെപ്പോലെ? കശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി. അവരും വലിയ ദർസ് ആദ്യം നടത്തി, പിന്നെ സ്റ്റോപ്പ് ചെയ്തു, നിർത്തിവെച്ച പണി തന്നെ നിർത്തി. എന്നിട്ടോ ഔസാലി ഇമാമിനൊക്കെ എണ്ണുന്നുണ്ട്, റിഫായി ശൈഖിനെ എണ്ണുന്നുണ്ട്. വഅതസല അനിൽ ലലായികിൽ ഖൽഖിയ്യ, സിട്ടികളുമായുള്ള സർവബന്ധവും ഒഴിവാക്കി. വതല്ലഖത് ദുനിയാ ബിൽ കുല്ലിയ്യ, എല്ലാ ബന്ധവും ഒഴിവാക്കി. മഹാനവറുകൾ അതാ പ്രത്യേകമായ തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ സവിധത്തിലെത്തുകയാണ്. അതോടുകൂടിയാണ് അവരെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. അവരാരാണ്? വഹുവൽ വലിയുൽ ആരിഫുൽ മശ്ഹൂറു മുഹ്യിദ്ദീനിൻ സ്വാഹിബും മൻശൂറു ഹുമൂലു ഹാലിൻ ഫദ്ലുഹു മദ്കൂറു സിയം വലിയുല്ലാഹി കാന അലീമാ. ആ മഹാനവറുകൾ മഹാനരായ ഫുലി മൊയ്തീൻ സാഹിബ് റളിയല്ലാഹു അൻഹു, അവർ മുദർരിസല്ല, പഠിച്ചിട്ടില്ല, നിങ്ങളെ ഭാഷയിൽ അവർക്കറിയാത്തതൊന്നുമില്ല. അവരെ സമീപത്ത് ശൈഖുനായെത്തി. ആ മീസാനും സഞ്ചാനും അല്ലേ, അത് വേറൊരു അവസ്ഥയിൽ ശൈഖുനെത്തുകയാണ്. പിന്നെ അവരെ നിർദ്ദേശത്തിലാണ് ജീവിതം. അത് പറയാതെ ശൈഖുനയുടെ ജീവിതം പറയരുത്. അവിടെ നിന്നാണ് വലിയ വഴിത്തിരിവ്. അത് പറയാത്ത മൗലിദുണ്ടോ? മുഹയ്യിദ്ദീനു സ്വാഹിബി നഖ്ശബന്ദിൽ ബദ്കലി ഖബ്റുഹു ഫീ ഉല്ലലി ശൈഖു സിയ മിനൽ വലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ സഹോദരങ്ങളെ, കിതാബ് പഠിച്ചത് അതൊക്കെ അവിടെ നിർത്തിവെച്ച് പിന്നെ ഫുലി മൊയ്തീൻ സാഹിബ് തങ്ങളുടെ നിർദ്ദേശത്തിലാണ്. അവരുടെ നിർദ്ദേശത്തിൽ പലതും വലിയ വലിയ റിയാദകൾ കൊടുങ്കാടുകളിൽ, അതുപോലെ തന്നെ വലിയ വലിയ അവിടുത്തെ ജീവിതത്തിലെ ഔറാദുകൾ, സൗമുൽ വിസാല് പോലെയുള്ള നോമ്പുകൾ, ഊണവും ഉറക്കുമില്ലാത്ത ദിനങ്ങൾ, അങ്ങനെ സ്വന്തം ശൈഖിന്റെ നിർദ്ദേശത്തിൽ. അതാണ് സൈറ് സുലൂക്ക് എന്ന് പറയുന്നത്. സുലൂക്ക് എന്ന് പറഞ്ഞാൽ മശായിഖന്മാരുടെ വഴിയിൽ അവരുടെ തർബിയത്തിൻ്റെ താഴെ എത്തുക എന്നതാണ്. അതാണ് ഫുലി മൊയ്തീൻ സാഹിബ് തങ്ങളെ കയ്യിലെത്തുന്നത്. പിന്നെ അവർ വഴി നടത്തുന്നു, അതാണ് സൈറ്. ഭക്ഷണം വരെ ഒരളവിലാണ്, ചിലപ്പോൾ ഭക്ഷണം തന്നെ ഇല്ല. നോമ്പ് തുടരെ നോൽക്കുകയാണ്. അതും ഒരു കാരക്കയുടെ ചീന്തുകൊണ്ട്. അത്താഴവും നോമ്പ് തുറക്കലും ചിലപ്പോൾ അതുമില്ല, വെള്ളം മാത്രം. അങ്ങനെ ഒന്നുമില്ലാത്ത കാലങ്ങൾ അനവധി. അങ്ങനെ മശായിഖന്മാരവരെ തർബിയത്ത് ചെയ്ത് ആ സൈറിൽ അവരെ എത്തേണ്ടിടത്ത് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ഉസൂൽ. അതിനെത്ര പ്രയാസമുണ്ട്, ഏതൊക്കെ സഹിക്കേണ്ടതുണ്ട്. അതാണ് മശായിഖിന്റെ വഴി. ആ വഴിയിലാണ് മമ്പുറം തങ്ങളും പോയത്. ആ വഴിയിലാണ് സർവ മശായിഖും പോയത്. അവരാണ് ഒറിജിനൽ ഔലിയാക്കന്മാർ. അവരെന്നുമുണ്ട്. ആ വഴിയിലേക്ക് നമ്മളാകണമെന്ന് പറഞ്ഞാൽ അത് ഭൂലോകത്ത് നടക്കുന്ന കാര്യമല്ല. വെറുതെ വിഡ്ഢിത്തം പറയരുത്. മുശാവറയിലേക്ക് ക്ഷണിതാവായി കിട്ടി എന്ന് കണ്ടിട്ട് പൊട്ടത്തരം പറയാനായിട്ട് ഇറങ്ങരുത്. ഒരു ബോധമൊക്കെ വേണം. ഇത് പറയുന്നത് ഈ എന്ന് മാത്രമല്ല, അതിൻ്റെ താഴെ വലുപ്പം ആരിഫത്തിലൊക്കെ എത്തിയിരിക്കാമല്ലോ. അതേ സമയത്ത് ഔലിയാക്കളെ ലോകത്തുനിന്ന് ആരും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. കാരണം ശുബ്ഹല്ലാത്ത ഭക്ഷണമല്ല അത്ര. അതുകൊണ്ട് തന്നെ ഇന്ന് റസൂലുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സംവദിക്കുന്ന ആരും ഉണ്ടാവില്ല എന്നാ പറഞ്ഞേ. ഒന്ന് കേട്ടോക്കി നിങ്ങൾ. അള്ളാഹു തആല അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ശരീഅത്ത് പറഞ്ഞാൽ ശരിയായ വഴിയാണ്. വിശദീകരിക്കാൻ നേരമില്ല. ഈ ശരീഅത്തിലൂടെ അല്ലാതാണ്ട് എത്തിച്ചേരാൻ പറ്റൂല. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ സ്വപ്നം കാണലും നേരെ ഇങ്ങനെ ലൈവായിട്ട് കിട്ടലും നിർദ്ദേശങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടലും ആകെ ജഗപുകയായ കാലം. നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ കേൾക്കലില്ല. ഉണ്ടോ? പ്രായമുള്ളവർക്ക് അറിയാലോ.
നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ നിർദ്ദേശം കിട്ടാറുണ്ടാവും. ഇപ്പോൾ ഓരോരുത്തരും സ്വപ്നം കണ്ടിട്ട് സുബ്ഹാന റബ്ബി, സ്വപ്നം പോയാണ്ട് നേരിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിക്കുക എന്ന് ഈ ഹറാമല്ലാതെ കിട്ടാത്ത കാലത്തെ ശുബ്ഹ കലർന്ന കാലം, ശുബ്ഹ കലർന്നതല്ലാത്ത ഒന്നും കിട്ടാത്ത കാലം, ശുബ്ഹ എന്നല്ല തനിച്ച ഹറാമേ കിട്ടണുള്ളൂ ആ ജാതി കാലത്ത് ഓരോരുത്തരായിട്ട് ഉയർന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിരിക്കാതെ ഇവരെ തേടിക്കാണ്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇവരോട് നേരെ സംസാരിക്കുക, ഇവർ നടക്കണതിൻ്റെ ഇടയിൽ അവിടെയാണ് നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ വർത്താനം പറയുക, എന്നിട്ട് ഇവർ പറയുക ഞാൻ എന്തേന്നറിയാം അവിടെ നിന്ന് എൻ്റെ അടുത്ത് പിന്നെ മുത്തുനബി വന്നതാണ്, മുത്തുനബി വർത്താനം പറയണേ എന്ന് പറഞ്ഞിട്ട് ഒക്കെ പരിഹസിക്കുന്ന, ആരെയും കളിയാക്കുന്ന. നോക്കൂ നിങ്ങൾ, എന്താ ഈ പറഞ്ഞ ശുബ്ഹന്റെ കാലാണ് എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും തിരിച്ചറിയാത്ത ഭക്ഷണം മാത്രമേ എളുപ്പമുള്ളൂ. മാത്രമല്ല നമ്മളെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ റസൂൽ അവിടുന്ന് ഇങ്ങനെ വരിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിറാകുക, നേരിട്ട് കാണുക, ഈ സംഭവമൊന്നും കേൾക്കലില്ല. ആ ചെറുപ്പത്തിൽ മാല ഓതി നോക്കാഞ്ഞിട്ടാണ്. അന്നും ഇങ്ങനെ അവിടെ മണി തെണ്ടി കിടന്നാൽ അത് നടക്കൂല. മാലക്കൊന്ന് ഓതി നോക്കിയാൽ കാണാം അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും വിടെ വരുന്നോവർ. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരൊക്കെ ആരടുത്ത് വരും? ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അങ്ങനെ തന്നെ മലായിക്കത്തന്മാരും അവരുടെ മജ്‌ലിസിൽ ഹാദിറാകുന്നവർ, മലായിക്കത്തും വരും. കഴിഞ്ഞിട്ടില്ല ഇനിയാണ് സംഭവം. ആവണ്ണം നമ്മുടെ ഖോജ റസൂലുള്ളാഹ് അവരുടെ റൂഹും വിടെ വരുന്നോവർ. ഇടക്കിടക്ക് മുല്ലാസനൊക്കെ എന്നാൽ എടുത്തു നോക്കിയിട്ട് മാലൊന്ന് എല്ലി നോക്കുക, എന്നാ കിട്ടും അത്. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഔസുൽ അഅ്ലമിന്റെ സദസ്സിൽ വരികയാണ്. ഇനി അത് മാത്രം പറഞ്ഞ ഔലിയാക്കന്മാരുണ്ട്. തബഖാത്തുൽ വുസ്താ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾക്ക്. ഈ കിതാബില് അബുൽ മവാഹിബു ഷാദുലി എന്ന് പറഞ്ഞൊരു മഹാന്റെ സംഭവം പറയുന്നുണ്ട്. അനങ്ങിയ മൂപ്പര് പറയും ഖാലലി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് ഹബീബ് പറഞ്ഞു എന്നേ പറയൂ നേരിട്ട്. ഈ കാലത്തുണ്ടാവൂലാന്നോ? ഈ കാലത്തുണ്ടാകൂല എന്നാണോ? ഈ കാലം മടവൂർ സമാനല്ലേ? മടവൂർ ശൈഖിനെ കുറിച്ച് എഴുതി വെച്ചത് എന്താണ്? ശൈഖുൽ മശായിഖ് തങ്ങൾ ലമ്മാ തഖാറബ ലിർറസൂലി ബിത്വൈബതി ഖദ് ഖറ മഗ്ശിയൻ അലൈഹി ബിഹൈബതി ബിജലാലത്തിൽ ഖദിരിൽ അലീമി ലിതുർബതി സിയം വലിയുല്ലാഹി കാന അലീമാ. മടവൂർ ശൈഖുന അങ്ങ് റൗദയിലെത്തിയപ്പോൾ ഹബീബായ തങ്ങൾ തന്നെ നേരിട്ട് വന്ന് സ്വീകരിക്കുന്നു ശൈഖുൽ മശായിഖ് തങ്ങളെ. പ്രത്യേക അവസ്ഥയിലേക്ക് ശൈഖുന വഴിമാറുന്നു. ഹലാല് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ, അത് ഔലിയാക്കൾക്ക് കൊടുക്കുന്നു, സ്വാലിഹീങ്ങൾക്ക് കൊടുക്കുന്നു. വമാ മിൻ ദഅബ്ബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു തആല ഏതൊക്കെ ജീവജാലങ്ങളെ ഇറക്കിയിട്ടുണ്ടോ അവർക്കുള്ള ഭക്ഷണം അല്ലാഹ് ഏറ്റെടുത്തതാണ് മുസ്ലിയാരെ. അതിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ഹലാലായ ഭക്ഷണം അല്ലാഹ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അല്ലാഹ് പറഞ്ഞത് വെറുതെ ആയില്ലേ? നിങ്ങൾക്ക് കിട്ടണില്ലേ? കുറച്ച് കാലമായിട്ട് ശുഭ കലർന്നതേ കിട്ടുന്നുള്ളൂ, അതോ ഹറാം തന്നെ? ഈ ഔലിയാക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞ് ക്ലാസ് എടുത്ത് ക്യാഷ് വാങ്ങല്ലേ? അത് ശുഭല്ല, തനിച്ച ഹറാമാ. അത് തിന്നാ പിന്നെ അങ്ങനത്തെ വരുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഔലിയാക്കന്മാർക്ക് ഭക്ഷണങ്ങൾ അടങ്ങാറാകണ്ട. മഹ്ദി ഇമാമൊക്കെ വരാമല്ലോ ഇവിടെ. ഇവരെ കണക്കനുസരിച്ച് മഹ്ദി ഇമാം വരാൻ പറ്റുമോ? ഈസാ നബി വരാൻ പറ്റുമോ? ശൈഖുൽ മശായിഖ് തങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ കണക്ക് മറ്റേ ആൾ പറഞ്ഞ 824. ഹിജ്റ 824 ഉണ്ടായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹലാൽ നിന്നുപോയി എന്നാണ് കുമരംപുത്തൂർ പറഞ്ഞത്. അപ്പോൾ പിന്നെന്തായി? മമ്പുറം തങ്ങൾ പാപ്പയ്ക്ക് അതിൻ്റെ ശേഷമാണ്, അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അതിൻ്റെ ശേഷമാണ്. കോടിക്കണക്കിന് ഔലിയാക്കന്മാരായ ഇന്ന് തന്നെ എത്ര ഔലിയാക്കന്മാരുണ്ട്? വേങ്ങര കോയപ്പാപ്പ തങ്ങൾ ഈ അടുത്ത കാലത്തല്ലേ ഒരു സുബ്ഹ തിന്നതാ?
ഏടുന്നാ ജീവിച്ചു വന്നത്, ഏടുന്ന എഴുന്നേറ്റ് വരുന്നേ. ഔലിയാക്കന്മാരെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അവർക്ക് റിസ്ക് കൊടുക്കുന്നത് അള്ളാഹുവാണ്. അവൻ ഹലാലായ തന്നെ കൊടുക്കും. ഏത് ഭക്ഷണത്തെയും ഹലാലാക്കാനും അവർക്ക് കഴിയും. ആയാതി തട്ടിപ്പൊന്നും നടക്കൂല. ആര് മുമ്പിൽ എത്തിയാൽ ഏതാ ഹലാലെ ഹറാമെന്ന് ഭക്ഷണം അവരോട് പറയും. അതാ ഔലിയാക്കന്മാർ. ഒന്നുമില്ലേ ചങ്ങാതി, ആ കടലിൽ നിന്ന് മീൻ പിടിച്ച് അതും ചുട്ട് ജീവിച്ചാൽ ഹലാൽ എന്ന് ജീവിച്ചൂടെ? ഏറ്റവും ചുരുങ്ങിയത് കാട്ടുപോയി ഒരാൾ പറഞ്ഞ ഹലാൽ ഇവിടെ കിട്ടാഞ്ഞിട്ട് തിന്നാനാണ് ഔലിയാക്കൾ കാട്ടുപോവുക. അങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കാരനുണ്ട്. ഇവരൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഔലിയാക്കന്മാർ മല കാരിപ്പോകുന്നത് ഷാപ്പിടാനാണത്രേ. എന്തെല്ലാം നമ്മൾ കേട്ടു. ഒരു മഹാന്റെയും സുഹബത്തില്ല എന്നതല്ലേ ഇതിൽ നിന്ന് വ്യക്തമാക്കിയത്.